ഇന്നലെ ഈ ഇവരുടെ പരിസരത്ത് ഉണ്ടായിരുന്ന ആള് സാറല്ലേ? ഞങ്ങൾ ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ഫോറസ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 30ഓളം ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തമ്പടിച്ചു. അതായത് ഇത് അറിഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാറുക്കുട്ടിയമ്മയുടെ മകന് നമ്മുടെ അടുത്ത് വീട് അറിയിച്ചായിരുന്നു. ഇങ്ങനെ ഒരു ആനക്കുളത്തിൻ്റെ ഭാഗത്താണ് കണ്ടത്. അവിടെ വെച്ച് ആനേനെ കണ്ടപ്പോൾ ഇവർ ചിഹ്നച്ചിത്രയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ഒരു 1/2 കിലോമീറ്റർ റേഡിയസിലുണ്ട് എന്ന്. അപ്പോൾ അത് പ്രകാരം ഞങ്ങളുടെ SFRോടെയും ഞങ്ങളുടെ SFR അനിൽ സാറ്, അതേപോലെ സിദ്ദീഖ് സാറ്, അതുപോലെ ഷാജി സാറ്, ഞങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ഫുള്ള് ആ ഏരിയ ഫുള്ള് കവർ ചെയ്ത് അവിടെ ഫുള്ള് ഞങ്ങൾ ഉറക്കെ വിളിച്ചു, കൂവി വിളിച്ചു, മറ്റേ ഗുണ്ട് പൊട്ടിച്ചു, തീയൊക്കെ ഇട്ടു. എന്നാൽ ഇവരെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരിപ്പോഴാണ് പറയുന്നത് എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ അത് പ്രതികരിക്കാതിരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നായാട്ടുകാരെ പേടിച്ചാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ദേഹോപദ്രവം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അവരത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അത് സേഫായിട്ട് അവിടെ ഇരുന്നു. ഞങ്ങളത് പുലർച്ചെ വരെ ഈ സമയം വരെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് മാറി നോക്കാന്നോർത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ സാബു ചേട്ടൻ അവിടെ ഏകദേശം കണ്ടിട്ടുണ്ടെന്ന് അറിയിക്കും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി ഞങ്ങളോടും കൂടി പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. വളരെ സന്തോഷമായി. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഭക്ഷണം കഴിക്കാതെ വരെ ഞങ്ങളെല്ലാ ജീവനക്കാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരും ചെയ്തതിന് നല്ലൊരു ഒരു ശതമാനം പോലും ദോഷമില്ലാത്ത രീതിയിൽ നല്ലൊരു റിസൾട്ട് വന്നതിൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർ മറ്റേ ബിനോയ് സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. എന്തായാലും നല്ലൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് സന്തോഷകരമായിട്ടത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ ഒരു തൃപ്തിയിലാണ് ഞങ്ങൾ. ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സായ ഞങ്ങൾ, സിവിൽ ഡിഫൻസ്, ഈ റെസ്ക്യൂ വർക്കിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച നല്ലവരായ നാട്ടുകാരുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുണ്ട്. ഇവർ വേറെ എന്തെങ്കിലും ഒരു ദുരന്തമാണെങ്കിൽ നമുക്കൊരു സങ്കടത്തിൽ കലാശിക്കുന്ന ഒരു വാർത്തയാവില്ലായിരുന്നു ഇത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളത് ശ്രമമായിട്ട് നാട്ടുകാരെ നല്ല അകവഴിഞ്ഞ സഹകരണത്തോടു കൂടി നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂടി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയതിൽ നല്ല തെളിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ ആത്മധൈര്യത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം നിങ്ങൾക്കും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 3 വനിതകളായ അവരിങ്ങനെ രക്ഷപ്പെട്ടു പോരുമല്ലോ. അവരെ ആത്മധൈര്യവും അവരെ നല്ല തൻ്റെയോടും ഈ വനത്തിൽ അവർക്കുള്ള എല്ലാ വഴികളും അറിയാം. പ്രദേശവാസികളാണ്. അതൊക്കെ അവരുടെ ജീവൻ നിലനിർത്താനും രക്ഷ നേടാനും വേണ്ടി അവർക്ക് സാധിച്ചിട്ടുമുണ്ട്.